ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് എപ്പിസോഡിന് ശേഷം പുതിയ റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബിസി ആയി പോയത്. നമുക്ക് ഇന്നൊരു ഈസി ആയിട്ടൊരു ചിക്കൻ ലെഗ് ഫ്രൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു 4 പീസ് ചിക്കൻ ലെഗ് ചെറുതായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, 2 സ്പൂൺ തൈര്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് വെക്കാം. മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടൊരു 3 പച്ചമുളകുണ്ട്, കുറച്ച് പച്ചമസാല, കുറച്ച് മിന്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും, ഒരു 1/2 സവാള, 3 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഈ ഫൈൻ പേസ്റ്റ് ആയ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഒരു 15 മിനിറ്റ്സ് കൂടെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് കുക്കിന്റെ പരുവത്തിൽ നമ്മൾ ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഹാഫ് കുക്ക് ചെയ്ത ചിക്കനിലേക്ക് ഈ മസാലകൾ ചേർത്താണ് നമ്മൾ ബാക്കി ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 നാരങ്ങ നീര്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഹാഫ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാൻ പോകുന്ന മസാലയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നല്ലപോലെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഈ ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ലെഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വരുന്ന വ്ലോഗ്സിൽ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ട് കാണാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.